രാം നാരായൺ റാം. ധ്യാനം ചെയ്യുന്നതിനായി ഏറ്റവും പ്രധാനം നമ്മുടെ അന്തർമനസ്സിൽ ആകാംക്ഷ ഉണ്ടാകണം. ആ ആകാംക്ഷ പിറവിയാകുമ്പോഴാണ് ധ്യാനം യാഥാർത്ഥ്യമായിത്തീരുന്നത്. അതിനു മുമ്പ് അതിൻ്റെ ഫലം ഒന്നും സംഭവിക്കുകയില്ല. ഇത് എല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നതിന് വഴികാട്ടിയായി നമ്മുടെയുണ്ട് വിവേകം. അതാണ് നമ്മെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ദുഃഖം എങ്ങനെ വരുന്നു, ധനാഭാവം എങ്ങനെ അനുഭവപ്പെടുന്നു, മരണത്തിന് ശേഷം മോക്ഷം ലഭിക്കാതെ പോകുന്നത് എങ്ങനെ എന്നിങ്ങനെ അറിവു നൽകുന്നത്. ഇതെല്ലാം പരിഹരിക്കാൻ ഒരു വഴിയാണ് ധ്യാനം. എല്ലായ്പ്പോഴും ഒരേ മരുന്ന് പോലെ പ്രവർത്തിക്കുന്ന വാക്സിൻ അതാണ്. അതിനായി കാടുകൾക്കോ മലകൾക്കോ ഗുഹകൾക്കോ പോകേണ്ടതില്ല. വീടും മാതാപിതാക്കളെയും ഉപേക്ഷിക്കേണ്ടതുമില്ല. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു നിശബ്ദതയിൽ ഇരുന്നു ധ്യാനം ചെയ്യുക. ആ ധ്യാനത്തിലൂടെ തന്നെ ഉറങ്ങുക. ഇപ്പോൾ കുംഭമേളയിൽ 10 കോടി സന്യാസി സമൂഹം ഒന്നിച്ചു വന്നിരിക്കുന്നു. അവർക്കൊന്നും കർത്തവ്യങ്ങൾ ഇല്ലായിരുന്നോ? ജോലി ഇല്ലായിരുന്നോ? അവർ തങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് ധർമ്മജ്ഞാനം നൽകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, വേറിട്ട് ചിലർക്ക് മാത്രം ഉള്ള ധർമ്മം വേറെയുണ്ടോ? എല്ലാവരും ധർമ്മം കൊണ്ട് ജനിച്ചവരാണ്. അതായത് ഭൂമിയിൽ പലതരം ധർമ്മങ്ങൾ എവിടെ നിന്നാണ് വന്നത്? നാം എല്ലാവരും പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ളവരാണ്. അതാണ് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ സന്യാസികൾ പറയുന്നു, സന്യാസിയായി മാറാൻ വീടും സമൂഹവും മാതാപിതാക്കളും പ്രവൃത്തികളും ഉപേക്ഷിക്കണം. അതെ, അതൊരാൾക്ക് ഒരു മതമാണോ? അതൊരാളിന് മാനവത്വമാണോ? ഇവർക്കൊരിക്കലും മോക്ഷം ലഭിക്കില്ല. അവർ എത്ര വലിയ സന്യാസികളായാലും അവർക്ക് മോക്ഷം ലഭിക്കില്ലെന്നും ഞങ്ങൾ പറയുന്നു. അവർ സമൂഹത്തിൻ്റെയും പ്രകൃതിയുടെയും ശത്രുക്കളാണ്. പ്രതീക്ഷയുള്ള മതത്തിൻ്റെ പേരിൽ ക്ഷേത്രങ്ങളിലും മസ്ജിദുകളിലും ചർച്ചുകളിലും പോകുന്നവർ സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും പ്രകൃതിയുടെയും ആകാശത്തിൻ്റെയും ശത്രുക്കളാണ്. മോക്ഷവും മരണവും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. മനുഷ്യൻ ജനിച്ചാൽ അവന് മരണം തീർച്ചയാണ്. എന്നാൽ മരണത്തെ മോക്ഷം എന്ന് വിളിക്കാനാവില്ല. കാരണം മരണത്തിന് ശേഷം നാം എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. നമ്മൾ ജനിക്കുന്നത് വിദ്യാലയമാണ്. ഇവിടെ പഠിക്കുകയാണ്, പരീക്ഷ എഴുതുകയാണ്, റിപ്പോർട്ട് കാർഡ് എടുത്ത് നമ്മൾ വന്നതേക്ക് തിരികെ പോകുകയാണ്. ഭൂമിയിലെ ഓരോ ജ്ഞാനിയുമാണ് ആദ്യം പറഞ്ഞു തരേണ്ടത്, ഇതുവരെ ഭൂമിക്ക് എന്തുകൊണ്ട് പരിഹാരമൊന്നും ലഭിച്ചില്ല? ആരാണ് ഭൂമിക്ക് പരിഹാരം കാണേണ്ടത്? നമ്മുടെ ഈ സാമൂഹ്യക്രമം ആർക്കും അനുകൂലമല്ല. ഒരാൾ പോലും പറയില്ല, ഇതുകൊണ്ട് എനിക്കൊന്നു ലാഭമുണ്ടായി. കാരണം ഇവിടെ എല്ലാം തകർച്ച മാത്രമാണ്. ഈ ക്രമത്തിൽ പൂർണ്ണമായ ശാന്തിയും ശമനവും ഒരിക്കലും ലഭിക്കില്ല. അതിനാൽ പ്രകൃതിയെ മനസ്സിലാക്കണമെങ്കിൽ, ജീവിതത്തിന് ശരിയായ ദിശ നൽകണമെങ്കിൽ നമ്മുടെ മഹാഗുരു നൽകിയ ബീജമന്ത്രമായ രാം നാരായൺ റാംനെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ മന്ത്രം ജീവിതത്തിലെ ശരിയായ മാർഗം കാണിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ തന്നെ സ്വാഭാവികമായി വരുന്നു. അതുകൊണ്ട് സമയം കളയരുത്. ഉടൻ രാം നാരായൺ റാം എന്ന മന്ത്രത്തിൽ ലയിക്കൂ. ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇന്നുവരെ ഭൂമിക്ക് പൂർണ്ണമായ പരിഹാരം ലഭിച്ചിട്ടില്ല. ദുഷ്ടവൃത്തികൾ ചെയ്യുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. മതവും രാഷ്ട്രീയവും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയെ നിങ്ങൾ കണ്ടിരിക്കണം. അവരുടെ പ്രകൃതിദത്ത ജന്മാവകാശം മാനുഷിക നിർമ്മിത മതങ്ങളിൽ പരിവർത്തനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ പ്രകൃതിയുടെ ധർമ്മത്തെ അംഗീകരിച്ചാൽ പ്രകൃതിക്ക് നന്ദി പറയാം. പ്രകൃതി എന്നതുതന്നെ നിങ്ങളുടെ ധർമ്മവും കർമ്മവുമാണ്. ഒരിക്കൽ ശാന്തമായി ഇരുന്നു ചിന്തിക്കൂ, നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നു എന്തെല്ലാം ലഭിച്ചു?
പ്രകൃതിധർമ്മത്തെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്, എന്താണ് നഷ്ടമാകുന്നത് എന്ന് തികച്ചും വ്യക്തമായി മനസ്സിലാകും.